നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വിലയിരുത്തിയ കോടതി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി തള്ളി. തന്നെ കുടുക്കിയതാണെന്ന ദിലീപിന്റെ വാദത്തിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി. പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്ന ദിലീപിന്റെ ആരോപണം കോടതി തള്ളി. രേഖകൾ പരിശോധിച്ചതിൽ നിന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ബോധ്യപ്പെട്ടതായി ജസ്റ്റിസ് സുനിൽ തോമസ് പറഞ്ഞു. പൾസർ സുനിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതിയാക്കിയതെന്ന ദിലീപിന്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. ലിബർട്ടി ബഷീറും ശ്രീകുമാർ മേനോനും ചേർന്ന് തന്നെ കുടുക്കിയതാണെന്ന് ദിലീപിന്റെ വാദത്തിലും കഴമ്പില്ല. ഇത് തെളിയിക്കാൻ ആവശ്യമായ ഒരു തെളിവും ദിലീപിന്റെ പക്കലില്ല. വിചാരണ അനന്തമായി നീട്ടാനുള്ള ദിലീപിന്റെ ശ്രമമാണ് സിബിഐ അന്വേഷണ ഹർജിക്ക് പിന്നിലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കാൻ പ്രതിക്ക് അവകാശമില്ലെന്നും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചു. പോലീസിന്റെ ഈ രണ്ട് വാദങ്ങളും ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. കൊട്ടേഷൻ സംഘമാണ് നടിയെ തട്ടിക്കൊണ്ടുപോയതെന്നും ഗൂഢാലോചന കുറ്റത്തിൽ തന്നെ തെറ്റായി ഉൾപ്പെടുത്തിയതാണെന്നും ദിലീപ് വാദിച്ചു. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ വിചാരണ കോടതിയിൽ പ്രതിക്ക് ഉന്നയിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സിബിഐ അന്വേഷണ ഹർജി കോടതി തള്ളുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ രവി പൂജാരിയുടെ ഭീഷണി ഫോൺ കോളുകൾ പോലീസ് പരിശോധിക്കുന്നു. പാർലർ ഉടമ ലിന മരിയ പോളിനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് രവി പൂജാരിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ലിന മരിയയാണ് കോൾ റെക്കോർഡുകൾ പോലീസിന് കൈമാറിയത്. അതേസമയം കേസന്വേഷണം മുംബൈയിലേക്ക് വ്യാപിപ്പിച്ചു. ഇതിനിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള നടി ലീനയുടെ ഹർജിയിൽ സർക്കാരിനോട് നിലപാടറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. 25 കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് മുംബൈ അധോലോക നായകൻ രവി പൂജാര തന്നെ വിളിച്ചിരുന്നുവെന്ന് മൊഴി നൽകിയ ലീന മരിയ പോൾ കോൾ റെക്കോർഡുകൾ പോലീസിന് കൈമാറിയിരുന്നു. ഇത് രവി പൂജാര തന്നെയാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. അന്വേഷണം വഴിതെറ്റിക്കാനായി മനഃപൂർവ്വം ആരെങ്കിലും രവി പൂജാരയുടെ പേരിൽ വിളിച്ച് ഭീഷണി മുഴക്കിയതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ബൈക്കിലെത്തി ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്തവർ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിലും രവി പൂജാരയുടെ പേരിൽ മാത്രമാണ് തനിക്ക് ഭീഷണി കോൾ വന്നതെന്നും ലീന പോലീസിനോട് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ മുംബൈയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇതിനായി മുംബൈ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. രവി പൂജാരയ്ക്കെതിരെയുള്ള മറ്റ് കേസുകളുടെ ഭാഗമായി ഇതര സംസ്ഥാന പോലീസ് ശേഖരിച്ച പൂജാരയുടെ ഫോൺ കോൾ റെക്കോർഡുകളുമായി ഒത്തുനോക്കിയെങ്കിൽ മാത്രമേ ലീന മരിയയെ വിളിച്ചത് രവി പൂജാരയാണോ എന്ന് ഉറപ്പിക്കാനാവൂ. നേരത്തെ കേസ് അന്വേഷിച്ചിരുന്നത് സൗത്ത് CI ആയിരുന്നു. എന്നാൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നടി ലീന മരിയ സമർപ്പിച്ച ഹർജിയിൽ നിലപാടറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ലീനയ്ക്കെതിരെ കേരളത്തിൽ എന്തെങ്കിലും കേസ് നിലവിലുണ്ടോ എന്നറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ട നടി വിൽപ്പന നടത്തിയിരുന്നത് വാട്സാപ്പ് വഴിയെന്ന് പോലീസ്. നടി അശ്വതി ബാബുവിനെ വാട്സാപ്പ് സന്ദേശങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. വാട്സാപ്പ് വഴി കച്ചവടം ഉറപ്പിച്ച ശേഷം ബേക്കറികളിൽ വെച്ചാണ് ലഹരിമരുന്ന് കൈമാറിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. KSRTC വലിയ പ്രതിസന്ധിയിലെന്ന് CMD ടോമിൻ ജെ തച്ചങ്കരി. ഒരാഴ്ചക്കകം പുതിയ കണ്ടക്ടർമാരുടെ പരിശീലനം പൂർത്തിയാക്കും. നിലവിലെ പ്രതിസന്ധി യാത്രക്കാരെ ബാധിക്കില്ലെന്നും തച്ചങ്കരി പറഞ്ഞു. അതേസമയം ഇന്നും 3 മേഖലകളിലായി 337 സർവീസുകൾ മുടങ്ങി. തുടർച്ചയായ 3ാം ദിനത്തിലും കണ്ടക്ടർ ക്ഷാമം മൂലം സംസ്ഥാനത്ത് KSRTC സർവീസുകൾ താളം തെറ്റി. തെക്കൻ ജില്ലകളിൽ 101ഉം മധ്യകേരളത്തിൽ 181ഉം മലബാർ മേഖലയിൽ 55 സർവീസുകളടക്കം 337 സർവീസുകളാണ് മുടങ്ങിയത് എന്നാണ് KSRTC പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക്. എന്നാൽ വടക്കൻ ജില്ലകളിൽ മാത്രം 200ലധികം സർവീസുകൾ മുടങ്ങിയിട്ടുണ്ടെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. നിലവിൽ വലിയ പ്രതിസന്ധിയാണ് KSRTC നേരിടുന്നത് എന്ന് MD ടോമിൻ ജെ തച്ചങ്കരി പറയുന്നു. KSRTCയിൽ ഇന്ന് വരെ ഫേസ് ചെയ്യാത്ത വിധത്തിലുള്ളൊരു പ്രതിസന്ധി നേരിടുകയാണ്. അതിനെക്കുറിച്ച് തുടരെ വിലപിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളുടെ യാത്രാ സൗകര്യം നിഷേധിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ലഭിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ അടിയന്തരമായി പല നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സർവീസ് മുടക്കം വരുമാനത്തെ ബാധിച്ചിട്ടില്ലെന്നും KSRTC വ്യക്തമാക്കുന്നുണ്ട്. തിങ്കളാഴ്ച 7.41 കോടി രൂപയും ഇന്നലെ 6.5 കോടി രൂപയുമായിരുന്നു വരുമാനം. അതായത് ഒന്നാമത്തെ ദിവസം 7.5 കോടി രൂപയുടെ വരുമാനമാണ് ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ 7.49 കോടി 17-ന് തിങ്കളാഴ്ച. അതിൻ്റെ പിറ്റേ ദിവസം 6.5 കോടി രൂപയുടെ വരുമാനം ഉണ്ടായി. അതായത് ചൊവ്വാഴ്ച. കളക്ഷനിൽ കുറവുണ്ടായില്ല. പക്ഷേ ഡീസൽ ഉപയോഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 17-16 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടായി. പുതുതായി വരുന്ന കണ്ടക്ടർമാരെ 2 ആഴ്ചയ്ക്കുള്ളിൽ സജ്ജമാക്കും. കണ്ടക്ടർ ലൈസൻസ് ലഭിക്കുന്നതുവരെ എംപാനലുകാർക്ക് നൽകിയിരുന്ന 480 രൂപയാകും
ദിവസവേതനം. ഇതിനിടെ പുതിയ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം MD-യുടെയും മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടത്തി. കാര്യങ്ങൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എംപാനൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടപ്പോഴും കാസർഗോഡ് ജില്ലയിൽ ദേശസാൽകൃത റൂട്ടുകളിൽ KSRTC ബസ്സുകൾക്ക് മുടക്കമുണ്ടായില്ല. സ്വകാര്യ ബസ്സുകളുള്ള റൂട്ടുകളിലെ സർവീസുകൾ ഒഴിവാക്കി ദേശസാൽകൃത റൂട്ടുകളിലെ യാത്രക്കാരെ KSRTC സഹായിച്ചു. പകുതിയോളം സർവീസുകൾ നടത്താനുള്ള കണ്ടക്ടർമാർ മാത്രമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അവശേഷിക്കുന്നത്. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഗ്രാമീണ മേഖലകളിലേക്കുള്ള സർവീസുകൾ ഏറെക്കുറെ നിർത്തിവെച്ചുവെങ്കിലും KSRTC മാത്രം സർവീസ് നടത്തുന്ന ദേശസാൽകൃത റൂട്ടുകളിൽ കാസർഗോഡ് ജില്ലയിൽ പരമാവധി സർവീസുകൾ നടത്തുന്നുണ്ട്. ഈ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനാൽ യാത്രാപ്രശ്നം രൂക്ഷമായിട്ടില്ല. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നുള്ള കണ്ണൂരിലേക്കുള്ള ടൗൺ ടു ടൗൺ സർവീസുകൾ, മംഗളൂരുവിലേക്കുള്ള സർവീസുകൾ, ചന്ദ്രഗിരിപ്പാലം വഴിയുള്ള സർവീസുകൾ എന്നിവ മുടങ്ങിയിട്ടില്ല. ഈ റൂട്ടുകളിൽ KSRTC മാത്രമാണ് സർവീസ് നടത്തുന്നത്. കർണാടക RTC ബസ്സുകൾ കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് 77ഉം കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്നും 38ഉം എംപാനൽ കണ്ടക്ടർമാരെയാണ് പിരിച്ചുവിട്ടത്. 2 ഡിപ്പോകളിൽ നിന്നുമുള്ള ദീർഘദൂരം ഉൾപ്പെടെ സർവീസുകളെല്ലാം ഭാഗികമായാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവകേരള നിർമ്മാണത്തിനായുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായവർക്കുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കാലതാമസം ഒഴിവാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടവരുടെ പട്ടിക അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ യോഗത്തിൽ അവതരിപ്പിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന പൂർത്തിയായ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങാനും കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. തിരികെ വാർത്തകളിലേക്ക്. റാഫേലിൽ ചർച്ചയാകാം, പക്ഷേ സംയുക്ത പാർലമെന്ററി അന്വേഷണം ഇല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ആവർത്തിച്ചു. സുപ്രീം കോടതിയോട് കേന്ദ്ര സർക്കാർ കള്ളം പറഞ്ഞുവെന്ന് സലീം MP കുറ്റപ്പെടുത്തി. ബഹളത്തിൽ ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഡൽഹിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? ജോർജറ്റ്, റഫേൽ വിഷയത്തിൽ ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിച്ചു. റഫേൽ ഇടപാടിന്റെ മുഴുവൻ രേഖകളും പാർലമെന്റ് പരിശോധിക്കുന്നതിലൂടെ മാത്രമേ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ എന്ന് കോൺഗ്രസിന്റെ നിലപാട് മല്ലികാർജ്ജുന ഖാർഗെ ഇന്ന് ലോക്സഭയിൽ വ്യക്തമാക്കി. കൂടാതെ സുപ്രീം കോടതിയിൽ കേന്ദ്രം കള്ളം പറഞ്ഞുവെന്ന് സംയുക്ത പാർലമെന്ററി സമിതി അതുകൊണ്ട് ഭയപ്പെടുന്നുവെന്നും CPIM-ൽ നിന്ന് സലീം MP-യും ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്വേഷണം ഇല്ല എന്ന നിലപാട് തന്നെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഇന്നും കൈക്കൊണ്ടത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ ഒരു തരത്തിലും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണ്ട. പാർലമെന്ററി കാര്യമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഇക്കാര്യത്തിൽ ന്യായീകരിച്ചത് സുപ്രീം കോടതി നിലവിൽ ജുഡീഷ്യൽ അന്വേഷണം തള്ളിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ഒരു അന്വേഷണത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇതേ തുടർന്ന് ട്രഷറി ബെഞ്ചുകളെ സഹായിക്കാൻ സ്പീക്കർ സുമിത്രാ മഹാജനും ചർച്ചയ്ക്ക് എതിർപ്പില്ല എന്നറിയിച്ചു. പക്ഷേ പ്രതിപക്ഷം ഇതിൽ ശാന്തരായില്ല. കാരണം ചർച്ച നേരത്തെ നടന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഇക്കാര്യത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം മാത്രമാണ് എന്ന് ആവർത്തിച്ചു. ഇതിനിടയിൽ കാവേരി പ്രശ്നത്തിൽ AIDMKയും ആന്ധ്ര വിഷയത്തിൽ TDP MP-മാര് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ ലോക്സഭ 2 തവണ നിർത്തിവെച്ച് വീണ്ടും ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ബഹളം തുടരുകയാണ്. ബഹളത്തിനിടയിൽ രാവിലെ മന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഈ ശബരിമല വിഷയം ഉന്നയിച്ചു. യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടപടി വേണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് മറുപടിയിലൊന്നും കടക്കാൻ കഴിയാത്ത രീതിയിൽ ബഹളത്തിൽ സഭ പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും ചേർന്നിരിക്കുന്നത്. അതേസമയം രാജ്യസഭയിലാകട്ടെ റഫേൽ വിഷയം വളരെ രൂക്ഷമായതോടുകൂടി ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനി നാളെ 11 മണിക്കാണ് ചേരുക. ഇതിനിടയിൽ ആമുഖമായി വെങ്കയ്യ നായിഡു കേരള പ്രളയത്തിന്റെ MP-മാർ സഹായം നൽകിയതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചു. 60 MP-മാർ ഒരു മാസത്തെ ശമ്പളമായി 58,69,000 രൂപ സഹായത്തിനായി നൽകിയിട്ടുണ്ട്. കൂടാതെ 97 പേർ ഫണ്ടിൽ നിന്നും 36,65,00,000 രൂപയും നൽകി. ഇതുടൻ തന്നെ കേരള സർക്കാരിന് കൈമാറുമെന്നും വെങ്കയ്യ നായിഡു അറിയിച്ചു. ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ഐനക്സ് മീഡിയ കേസിൽ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന P. ചിദംബരം ആദായ നികുതി വകുപ്പിന്റെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരായി. ഇന്ന് ആദായ നികുതി വകുപ്പിന് മുമ്പിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. P. ചിദംബരം കേന്ദ്രമന്ത്രിയായിരുന്ന 2007-ൽ INX മീഡിയ എന്ന മാധ്യമ സ്ഥാപനം വിദേശത്തു നിന്ന് 305 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചതിൽ വിദേശ നിക്ഷേപ പ്രൊമോഷൻ ബോർഡിന്റെ ചട്ടങ്ങൾ ലംഘിച്ചെന്നാണ് കേസ്. ഇക്കാര്യത്തിൽ കാർത്തി ചിദംബരം വഴിവിട്ട് സഹായിച്ചെന്നും കമ്മീഷൻ വാങ്ങിയെന്നുമാണ് ആരോപണം.
അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഡിസംബർ 22-ന് ദില്ലി പാട്യാല ഹൌസ് കോടതി വിധി പറയും. പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറാണ് വിധി പറയുക. മിഷേലിന്റെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന ജാമ്യാപേക്ഷയെ എതിർത്ത് CBI കോടതിയിൽ എത്തി. എന്നാൽ അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നുണ്ടെന്നും ഏത് ജാമ്യവ്യവസ്ഥയും അംഗീകരിക്കാമെന്നും മിഷേലിന്റെ അഭിഭാഷകൻ പറഞ്ഞു. മറ്റു പ്രതികൾ ജാമ്യത്തിലാണെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ഡിസംബർ ആദ്യവാരമായിരുന്നു ദുബൈയിൽ നിന്നും മിഷേലിനെ CBI ഇന്ത്യയിലെത്തിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മിഷേൽ CBI കസ്റ്റഡിയിൽ ആയിരുന്നു. അതേസമയം വിദേശത്തേക്ക് പോകാൻ അനുമതി ആവശ്യപ്പെട്ടുള്ള കേസിൽ പ്രതിയായ മുൻ എൻഫോഴ്സ്മെന്റ് മേധാവി SP ത്യാഗിയുടെ അപേക്ഷയിൽ മറുപടി നൽകാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോദിയെയും BJP സർക്കാരിനെയും വിമർശിച്ചെന്ന് ആരോപിച്ച് മാധ്യമപ്രവർത്തകനെ തടവിലാക്കി. നരേന്ദ്രമോദിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വിമർശിച്ചതിന് 39-കാരനായ മണിപ്പൂരിലെ ജേർണലിസ്റ്റ് കിഷോർ ചന്ദ്രയാണ് തടവിലായത്. മോദിയെയും BJP സർക്കാരിനെയും വിമർശിച്ചെന്നാരോപിച്ചാണ് മാധ്യമപ്രവർത്തകനെ തടവിലാക്കിയത്. 39-കാരനായ മണിപ്പൂർ ജേർണലിസ്റ്റ് കിഷോർ ചന്ദ്രയാണ് തടവിലായത്. ഒരു മാസം മുൻപ് BJPയെയും നരേന്ദ്രമോദിയെയും വിമർശിച്ചതിന് കിഷോർ ചന്ദ്രയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരാൻ സിംഗിനെ നരേന്ദ്രമോദിയുടെ കളിപ്പാവ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കിഷോർ ചന്ദ്ര വീഡിയോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. RSS സംഘടിപ്പിച്ച റാണി ലക്ഷ്മിഭായ് ജന്മദിന ആഘോഷത്തെയും കിഷോർ ചന്ദ്ര വിമർശിച്ചിരുന്നു. മണിപ്പൂർ ഗവർണർ ഡോക്ടർ നജ്മ ഹെപ്റ്റുള്ളയുടെ ഉത്തരവ് പ്രകാരം നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചാണ് കിഷോറിനെ 12 മാസത്തേക്ക് തടവിലാക്കിയത്. ന്യൂസ് ഡെസ്ക്. ശബരിമലയിൽ ക്യാമറ കണ്ണുകളുമായി ദേവസ്വം വിജിലൻസ്. സന്നിധാനത്തെ വരുമാന ചോർച്ചയും ക്രമക്കേടുകളും തടയുകയാണ് പ്രധാന ലക്ഷ്യമെങ്കിലും എല്ലാ മേഖലകളിലും ഇവരുടെ കണ്ണുകൾ എത്തുന്നു എന്നതിന്റെ തെളിവാണ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളടക്കം പിടികൂടിയത്. വിജിലൻസ് SP P ബിജോയിയുടെ നേതൃത്വത്തിൽ 2 SIമാരും 2 CPOമാരും ഉൾപ്പെടുന്ന സംഘമാണ് സന്നിധാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ള വിജിലൻസ് സംഘം. കൂടാതെ ഇവരെ സഹായിക്കാൻ തെരഞ്ഞെടുത്ത 90 വിമുക്ത ഭടന്മാരും ഭണ്ഡാരം സൂക്ഷിപ്പിന് ഹൈക്കോടതി 40 പോലീസുകാരെയും നൽകിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇവയ്ക്കു പുറമെ 24 മണിക്കൂറും തുറന്നുപിടിച്ച ക്യാമറ കണ്ണുകളുമുണ്ട്. സന്നിധാനത്തെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള 60 ക്യാമറകൾ വഴിയാണ് വിജിലൻസിന്റെ നിരീക്ഷണം. തീർത്ഥാടകരെ പറ്റിക്കുന്ന ജീവനക്കാരെയും ദിവസവേതനക്കാരെയുമെല്ലാം ഇതിനകം തന്നെ വിജിലൻസ് കൈയോടെ പിടികൂടി കഴിഞ്ഞു. ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ പ്രധാന കടമ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സാമ്പത്തിക ചോർച്ച ഒഴിവാക്കിക്കൊണ്ട് വരുമാന വർധന ഉണ്ടാക്കുകയാണ് ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ശബരിമല അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം അതിനെ ഓരോ സമയങ്ങളിൽ കണ്ടെത്തിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തി അവർക്കെടുത്ത് കർശനമായ നടപടികൾക്ക് ശുപാർശ ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിന് നൽകി അദ്ദേഹം അത് ബഹുമാനപ്പെട്ട ബോർഡിന് മുമ്പാകെ സമർപ്പിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ്. തീർത്ഥാടകരെ കബളിപ്പിച്ച് നെയ്ത്തേങ്ങ കരാറുകാരന് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെ പിടികൂടിയായിരുന്നു തുടക്കം. കൂടാതെ മാളികപ്പുറത്തെ ബെല്ലിലെ ക്രമക്കേട് കണ്ടെത്തിയതടക്കം നിരവധി പ്രവർത്തനങ്ങൾ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 തവണകളിലായി നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി എല്ലാ മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കി. സുരക്ഷിത തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സന്നിധാനത്തെ വിജിലൻസ് സംഘം. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. NSS ആരുടെയും തൊഴുത്തിൽ ഒതുങ്ങുന്നതല്ലെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. NSSനെ RSS വിഴുങ്ങുന്നുവെന്ന CPM ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു NSS. കേരളം പ്രതീക്ഷിക്കുന്ന നിലപാടല്ല NSSന്റേതെന്നും NSS ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നുമായിരുന്നു കോടിയേരിയുടെ വിമർശനം. NSSനെ പറ്റിയുള്ള അജ്ഞത മൂലമാണ് കോടിയേരിയുടെ പ്രസ്താവനയെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കുവൈറ്റ് നഴ്സിംഗ് തട്ടിപ്പ് കേസിൽ ഉതുപ്പ് വർഗീസ് ജനുവരി 1-നകം കേരളത്തിൽ മടങ്ങിയെത്തണമെന്ന് ഹൈക്കോടതി. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എൻഫോഴ്സ്മെന്റ് വിഭാഗം സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം GSAT-7A വിക്ഷേപണം ഇന്ന് നടക്കും. സൈനിക രംഗത്ത് പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിൽ ഉപഗ്രഹം നിർണായക പങ്ക് വഹിക്കും. 2000 കിലോഗ്രാം ഭാരമുള്ള GSAT-7A വിക്ഷേപണത്തിനായി കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ വ്യോമ കരസേനകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് ISROയുടെ 35ാമത് വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-7A. ഇന്ത്യൻ സേനയുടെ വാർത്താവിനിമയ ഉപാധികൾ മെച്ചപ്പെടുത്താനും റഡാർ സ്റ്റേഷനുകൾ, വ്യോമ ആസ്ഥാനങ്ങൾ, വിമാനങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും GSAT-7A സഹായകമാകും. കൂടാതെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെയുള്ള യുദ്ധസാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിലും ഉപഗ്രഹം നിർണായക പങ്ക് വഹിക്കും.
2000 കിലോഗ്രാം ഭാരമുള്ള GSAT-7 ഇൻസാറ്റ് വിഭാഗത്തിൽപ്പെടുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് വിക്ഷേപിക്കുന്നത്. റേഡിയോ സിഗ്നലുകളെ കൂടുതൽ പരിധിയിൽ എത്തിച്ചു കൊടുക്കുവാൻ ശേഷിയുള്ള ജോർജിയൻ റിഫ്ലക്ടർ ആന്റിനയാണ് ഉപഗ്രഹത്തിലുള്ളത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും GSLV F-11 റോക്കറ്റിലാണ് വിക്ഷേപണം. 8 വർഷമാണ് ഉപഗ്രഹത്തിന്റെ പ്രവർത്തന കാലാവധി. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതിനായി ടിയാൽ എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾ രംഗത്തെത്തി. കൊച്ചി കണ്ണൂർ വിമാനത്താവള മാതൃകയിലാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ടിയാൽ രൂപീകരിച്ച് ഉത്തരവിറങ്ങിയത്. ചീഫ് സെക്രട്ടറി ടോം ജോസ് ചെയർമാനും ഗതാഗത സെക്രട്ടറി KR ജ്യോതിലാലും ധനകാര്യ സെക്രട്ടറി മനോജ് ജോഷിയും അംഗങ്ങളുമായിരിക്കും. സർക്കാരിന്റെ 10 ലക്ഷം പ്രാരംഭ ഓഹരിയും 5 ലക്ഷം മൂലധനവും ഉണ്ടാകും. രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് തടയിടാനാണ് ടിയാൻ രൂപീകരണം. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര സർക്കാർ ലേലം നടത്തിയാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ടിയാനും പങ്കെടുക്കാൻ സാധിക്കും. സ്വകാര്യവൽക്കരണത്തിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തെ ഒഴിവാക്കണമെന്ന് ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങൾ KSIDC, കിഫ്ബി, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിവരും ടിയാന്റെ ഓഹരിയെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഏതുവിധേനയും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ മേധാവിത്വം നഷ്ടപ്പെടാതെ സർക്കാരിന്റെ തണലിൽ നിർത്തുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് നടക്കുന്ന രാജ്യവ്യാപക പണിമുടക്കിന് അഖിലേന്ത്യാ കിസാൻ സഭയുടെ പിന്തുണ. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ജനുവരി 8, 9 തീയതികളിൽ കിസാൻ സഭ ഗ്രാമീണ ബന്ദ് നടത്തും. ബന്ദിന്റെ ഭാഗമായി റോഡ്, റെയിൽ ഗതാഗതങ്ങൾ ഉപരോധിക്കുമെന്നും കിസാൻ സഭ നേതാക്കൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിന് കർഷക സമരങ്ങൾ കാരണമായെന്നും കാർഷിക പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് അജണ്ട ആക്കേണ്ടി വന്നത് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരങ്ങൾ മൂലമാണെന്നും കിസാൻ സഭ വ്യക്തമാക്കി. ജനുവരി 8, 9 തീയതികളിൽ നടക്കുന്ന രാജ്യവ്യാപക പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കിസാൻ സഭ ഗ്രാമീണ ബന്ദ് ആചരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും കർഷക തൊഴിലാളി വിരുദ്ധമായ സർക്കാരാണ് മോദിയുടേത്. അതിനാലാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചു നടക്കുന്ന പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്ന് കിസാൻ സഭ വ്യക്തമാക്കി. ഗ്രാമീണ ബന്ദിന്റെ ഭാഗമായി റോഡ്, റെയിൽ ഉപരോധവും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടക്കും. रूरल स्ट्राइक, ग्रामीण भारत बंद, जो गांव में जो भारत है, जो 80% भारत का है, उसी एरिया के भी जनता में जो गुस्सा है 8-9 जनवरी, उसी दिन हम ग्रामीण क्षेत्र में भी इस बंद को लागू करेंगे और हमारा टैक्टिक्स होगा रास्ता रोको, रेल रोको. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിൽ കർഷക സമരങ്ങൾ പ്രധാന കാരണമായി. BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന അന്തരീക്ഷത്തെയും പ്രചാരണത്തെയും ഇല്ലാതാക്കാൻ കർഷക സമരങ്ങൾ സഹായിച്ചതായും കിസാൻ സഭ വിലയിരുത്തി. കർഷക വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് അജണ്ട ആക്കേണ്ടി വന്നത് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരങ്ങൾ മൂലമാണ്. ഈ കർഷക പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചയാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഓരോ സാമ്പത്തിക വർഷവും കടങ്ങൾ പുതുക്കപ്പെടുന്നതിനാൽ മാർച്ച് വരെയുള്ള കടം എഴുതിത്തള്ളൽ കൊണ്ട് കർഷകർക്ക് ഗുണം ലഭിക്കില്ല. 2018 ഡിസംബർ വരെയുള്ള മുഴുവൻ കാർഷിക കടങ്ങളും പുതിയ സംസ്ഥാന സർക്കാരുകൾ എഴുതിത്തള്ളണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാർഷിക പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള പോരാട്ടങ്ങൾ നിയമസഭയ്ക്കകത്ത് തുടരുമെന്ന് രാജസ്ഥാനിലെ CPIM MLA-മാർ. കർഷകർ ഇനി ആത്മഹത്യ ചെയ്യില്ലെന്നും അവർ ഇനി സമരം ചെയ്യുമെന്നും ഭാദ്ര MLA ബൽവാൻ പുനിയ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയം ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നായിരുന്നു വിജയത്തെക്കുറിച്ച് ഗിർദാരിലാൽ മഹിയുടെ പ്രതികരണം. കർഷക സമരങ്ങളുടെ കരുത്തിലായിരുന്നു ജനനേതാക്കളായുള്ള ഗിർദാരിലാൽ മഹിയയുടെയും ബൽവാൻ പൂനിയയുടെയും വളർച്ച. കർഷക ജനതയുടെ ശബ്ദം രാജസ്ഥാൻ നിയമസഭയിൽ ഉയർന്നു കേൾക്കുക ഇനി തങ്ങളിലൂടെയായിരിക്കുമെന്ന് ബൽവാനും ഗിർദാരിലാലും ഉറപ്പിച്ചു പറയുന്നു. ഫസൽ ബീമ യോജനയുടെ പേരിൽ ബാങ്കുകളും സർക്കാരുകളും നടത്തുന്ന തട്ടിപ്പുകൾ ചെറുത്തുതോൽപ്പിച്ച നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയയാളാണ് ബൽവാൻ പൂനിയ. തങ്ങൾക്ക് വാഗ്ദാനങ്ങൾ വേണ്ടെന്നും അത് നടപ്പിലാക്കി നൽകണമെന്നും ബൽവാൻ പൂനിയ ആവശ്യപ്പെടുന്നു. അവകാശങ്ങൾക്കായി പോരാടുക മാത്രമല്ല, അത് നേടിയെടുക്കാനാകുമെന്നും ബൽവാൻ വിശ്വസിക്കുന്നു. കർഷകർ ഇനി ആത്മഹത്യ ചെയ്യില്ല, പകരം അവർ സമരം ചെയ്യും. ചെങ്കൊടിയുടെ കരുത്തിൽ ബൽവാൻ നാടിന് നൽകിയ ഉറപ്പാണിത്. सिर्फ मुद्दा ही नहीं बनाएंगे, संपूर्ण किसान की कर्ज मुक्ति और लाभकारी दाम तब तक किसान को नहीं मिलेंगे, हम जंग जारी रखेंगे.
किसान आत्महत्या नहीं करेगा, किसान लड़ेगा। 70% കർഷകരുള്ള ബിക്കാനീർ ജില്ലയിലെ ദുംഗർഗഡിൽ നിന്നാണ് ഗിർദാരിലാൽ മഹിയ വിജയിച്ചെത്തിയത്. ഇതാദ്യമായാണ് കർഷകരിൽ നിന്ന് അവിടെ ഒരു MLA ഉണ്ടാകുന്നത്. ഗിർദാരിലാലിന്റെ വിജയം ജനാധിപത്യത്തിന്റെയും ജനങ്ങളുടെയും വിജയമായിരുന്നു. കാരണം ഗിർദാരിലാലിന്റെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ചെലവും വഹിച്ചത് അന്നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിലും തെരുവിലും തുടർന്നും പോരാടുമെന്നാണ് ഗിർദാരിലാലിന്റെ വാക്ക്. निश्चित रूप से कर्ज माफी पर हम विधानसभा में भी घेरेंगे और सड़क पे भी घेरेंगे. ജാതിമത അജണ്ടകൾ ഉയർത്തി തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കാൻ ശ്രമിച്ചവർക്കെതിരെ ബദൽ രാഷ്ട്രീയം ഉയർത്തിയായിരുന്നു CPIM രാജസ്ഥാനിൽ വിജയം സ്വന്തമാക്കിയത്. ആ മഹത്തായ രാഷ്ട്രീയത്തെ രാജസ്ഥാൻ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യാൻ ലഭിച്ചതിന്റെ ആവേശത്തിലാണ് ഇരു നേതാക്കളും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. കായിക വാർത്തകളിലേക്ക്. IPL 12ാം സീസണിന്റെ താരലേലം രാജസ്ഥാനിലെ ജയ്പൂരിൽ പൂർത്തിയായി. അടിസ്ഥാന വില 20 ലക്ഷം രൂപ മാത്രമുണ്ടായിരുന്ന തമിഴ്നാട്ടുകാരൻ വരുൺ ചക്രവർത്തിയെയും 1.5 കോടി താരമൂല്യമുള്ള ജയദേവ് ഉനദ്ഗഡിനെയും 8 കോടി 40 ലക്ഷം രൂപയ്ക്കാണ് ടീമുകൾ സ്വന്തമാക്കിയത്. മുതിർന്ന താരങ്ങളെ തഴഞ്ഞുകൊണ്ട് യുവത്വത്തിന് പരിഗണന നൽകിയായിരുന്നു ഇത്തവണത്തെ താരലേലം. 1003 താരങ്ങൾ രജിസ്റ്റർ ചെയ്ത IPL ലേലത്തിലേക്കുള്ള ആദ്യ പട്ടികയിൽ 351 ക്രിക്കറ്റ് താരങ്ങളെയാണ് IPL ഗവേണിംഗ് കൗൺസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. 8.4 കോടിക്ക് ഉനദ്ഗഡിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയപ്പോൾ അതേ തുകയ്ക്ക് ആദ്യമായി IPL കളിക്കുന്ന വരുൺ ചക്രവർത്തിയെ കിങ്സ് ഇലവൻ പഞ്ചാബ് സ്വന്തമാക്കി. കഴിഞ്ഞ തവണ 11 കോടി 50 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന ഉത്കട്ടിന് ഇത്തവണ അടിസ്ഥാന വില 1.5 കോടി രൂപയായിരുന്നു. എന്നാൽ 20 ലക്ഷം മാത്രം അടിസ്ഥാന വിലയുണ്ടായിരുന്ന വരുൺ ചക്രവർത്തിയുടെ വില 8.4 കോടി എത്തിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യഘട്ട ലേലത്തിൽ ഇന്ത്യൻ താരം യുവരാജിനെ ആരും വാങ്ങിയില്ലെങ്കിലും രണ്ടാം റൗണ്ടിൽ അടിസ്ഥാന തുകയായ 1 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് യുവരാജിനെ സ്വന്തമാക്കി. ഇത്തവണത്തെ താരലേലത്തിലെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ IPL കളിക്കാത്ത താരങ്ങളെ സ്വന്തമാക്കുന്ന നടപടിയായിരുന്നു. 20 ലക്ഷം മാത്രം വിലയുള്ള ശിവൻ ഡൂബെയെ ബാംഗ്ലൂർ 5 കോടിക്ക് സ്വന്തമാക്കിയപ്പോൾ ഇതേ അടിസ്ഥാന വിലയുള്ള പ്രഭ്ഷിമരൺ സിംഗിനെ 4 കോടി 80 ലക്ഷത്തിനാണ് പഞ്ചാബ് സ്വന്തമാക്കിയത്. കേരള രഞ്ജി താരം ജലജ് സക്സേന ഡൽഹി ക്യാപിറ്റൽസിൽ ഇടം പിടിച്ചപ്പോൾ മലയാളിയായ ദേവദൂത് പടിക്കൽ രാജസ്ഥാൻ റോയൽസിലെത്തി. നിക്കോളസ് പൂരനെ 4 കോടി 20 ലക്ഷത്തിനും മുഹമ്മദ് ഷമിയെ 4 കോടി 80 ലക്ഷത്തിനും സാം കറനെ 7 കോടി 20 ലക്ഷത്തിനുമാണ് പഞ്ചാബ് സ്വന്തമാക്കിയത്. 2 താരത്തിനെ മാത്രം ആവശ്യമുണ്ടായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് മോഹിത് ശർമ്മയെ 5 കോടിക്ക് സ്വന്തമാക്കി. 5 കോടി രൂപയ്ക്ക് കാർലോസ് ബ്രത്ത്വെയ്റ്റിനെ കൊൽക്കത്തയും അക്സർ പട്ടേലിനെ ഡൽഹിയും ഇത്തവണ കളത്തിലിറക്കും. ഡൽഹിയും സൺറൈസേഴ്സും ഒപ്പത്തിനൊപ്പം ലേലത്തിൽ പങ്കെടുത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ച ദക്ഷിണാഫ്രിക്കയുടെ ടീം സ്പെഷ്യലിസ്റ്റ് കോളിൻ ഇൻഗ്രാമിനെ 6 കോടി 40 ലക്ഷം രൂപയ്ക്കാണ് ഡൽഹി സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.